യേശുവേ നീ പരിശുദ്ധൻ, യേശു എന്നും സ്തുത്യൻ. ദൈവമേ അങ്ങ് മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഒരു പുതിയ ദിവസം കൂടി നമുക്ക് ദാനം നൽകിയല്ലോ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ഡെയിലി മുന്നിലേക്ക് ക്രിസ്തേഷൻ നമുക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 33. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. കർത്താവിന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എപ്പോഴും സന്തോഷം ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരുടെ ചെയ്ത ദൈവത്തിൻ്റെ വചനപ്രകാരം യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ നന്മകളെ ഓർത്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കർത്താവിൽ തന്നെ നമുക്ക് വസിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സദൃശവാക്യങ്ങൾ 13. ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധന ഫലം, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. ആമേൻ. മാത്യു ചാപ്റ്റർ 12. മത്തായി 12:22 മുതൽ. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കോണം അവനവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെ വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയില്ല, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ആമേൻ. വെളിപ്പാട് 11. റെവലേഷൻ ചാപ്റ്റർ 11. പിന്നെ ദണ്ഡ് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷം 2 നിലവിളക്കുമാവുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതവണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കും, അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായിത്തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. അവർ മേഘത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ട്. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ നാഴികയിൽ നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചു. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. കർത്താവേ, അടിയങ്ങൾ തിരുസന്നിലേക്ക് വരുന്നു. ഇന്നത്തെ ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. പരിശുദ്ധാത്മശക്തിയാൽ പുനരുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നയിക്കുന്ന ആവശ്യങ്ങൾക്ക് തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ അങ്ങനെ സന്നായിരിക്കാൻ കൃപയുമാറാമേ. നഷ്ടപ്പെട്ട കേടിട്ട് കർത്താവെ മടങ്ങി വരട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനസ്സിലാസനെ ഉറപ്പിച്ച് ദൈവം സകല വിഷയങ്ങൾ അത്ഭുതമോരം തൊട്ട് വഴി നടത്തുമാറാണ്. മനസ്സിൽ വാക്കണം എടുത്ത് എൻ്റെ കുറവോട്ട് വിഷമിക്കണേ. സകലരെയും കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ തിരുക്കങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേണ്ട മാനസാന്തരം നൽകി തിരുസനയിൽ കർത്താവെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ശക്തിയോടെ അങ്ങ് ആരാധിപ്പം അങ്ങ് സ്നേഹിച്ച് ജീവിക്കാൻ കൃപയുമാറാണ്. അത്ഭുതം വെളിപ്പെടുമാറാകട്ടെ.
പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം, കുരുടനെ കുഷ്ഠരോഗി സൗഖ്യമാക്കിയ ദൈവം, കർത്താവെ ഈശ്വരൻ പച്ചവെള്ളത്തെ അവസ്ഥയെ വീഞ്ഞാക്കി കർത്താവെ മരിച്ച അവസ്ഥകളിൽ ജീവിപ്പിച്ച് കർത്താവ് വിലാപത്തെ നൃത്തമാക്കി കൂടിയിരിക്കും. യേശുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ സ്തോത്രം. പുതിയ മനുഷ്യരാക്കി തീർക്കുമാറണമേ. മനുഷ്യർ കണ്ട അത്ഭുതം കൂർത്തക്കൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വിധാം. കർത്താവെ ദൈവത്തെ വിളിച്ച് പേക്ഷിക്കുന്ന എല്ലാ ത്യാഗങ്ങളും നമ്മളെ വ്യത്യാസം വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ വെളിപ്പെട്ട് ഈ ആഴ്ച തന്നെ വരുന്ന ദിവസങ്ങൾ തന്നെ കർത്താവെ ഞങ്ങൾ വിലപിച്ച കർത്താവ് എല്ലാ വിഷയം നൃത്തമാക്കി തീർക്കണമേ. ദുഃഖസന്തോഷമായി യേശുവിൻ്റെ നാമം സകല അന്ധകാരങ്ങളെ ശാസിക്കണമേ. കർത്താവെ സ്തോത്രം. അത്ഭുതം കൊണ്ട്